أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമിയുടെ ഇന്നത്തെ തസ്കിയ ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരിമാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം അൽ ഇസ്രാ വൽ മിഅ്റാജ്, ദ മിറാക്കുലസ് നൈറ്റ് ജേർണി. വിഷയാവതരണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള റംല ബിൻത് ഹൈദ്രേസ് മാമിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമാ റബ്ബി സിദ്നാ ഇൽമാ റബ്ബി സിദ്നാ ഇൽമാ. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. الحمد لله. السلام عليكم. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുവാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശബ്ദം കേൾക്കാലോ അല്ലെ? കേൾക്കാം, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോജിസത്തായിട്ടുള്ള ഇസ്രാ വൽ മിറാജിനെ കുറിച്ചാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പറയുന്നത്. നല്ല രീതിയിൽ അത് പറയാനും അത് കേൾക്കാനും മനസ്സിലാക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് ഏറ്റവും ഖൈറായിട്ടുള്ളൊരു ഉമ്മത്തിലാണ് നമ്മൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജന്മം കൊണ്ട് തന്നെ മുസ്ലിങ്ങളായിട്ട് ജനിപ്പിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു നിഅമത്താണല്ലോ. അള്ളാന്റെ വലിയൊരു അനുഗ്രഹമാണ്, മഹത്തായ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് ഈ ദീന് കിട്ടിയത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതിന് നമുക്ക് ഏറ്റവും ഹൈർ ഉമ്മത്തിലാണ് നമ്മൾ ഉള്ളത്. അതിൽ നമ്മൾ എപ്പോഴും അള്ളാഹിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് ഒരുപാട് 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള 23 വർഷ കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട്. അപ്പൊ നമുക്ക് അതില് മക്കയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ, അതായത് ഹിജ്റക്ക് മുൻപ് ഉണ്ടായ, നുബുവത്ത് മുതൽ ഹിജ്റ വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തൗഹീദ് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതായത് ഈമാനിന്റെ പാഠങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി പീഡനങ്ങൾ, നിരവധി തവണ, അതായത് മക്കയിലും മദീനയിലുമായിട്ട് 10-ലധികം തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപായപ്പെടുത്താനും വധശ്രമത്തിന് വേണ്ടിയിട്ടും വധിക്കാനും വരെ മക്ക മുശ്രിക്കുകളാണെങ്കിലും മദീനയിലുള്ള ജൂതന്മാരാണെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോവുകയാണ്. ഒന്നിനു പിറകെ ഒന്നായിട്ട് ആ പ്രയാസം ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും ഒരുമിച്ച് അവര് മക്ക മുശ്രിക്കുകൾ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുടുംബത്തെയും ഒരുമിച്ച് ഉപരോധത്തിൽ ഏർപ്പെടുത്തണം. അതായത് മക്കയിൽ നിന്ന് ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു ബനു ഹാഷിം കുടുംബത്തെ മൊത്തത്തിൽ അവർ ഉപരോധിക്കുകയാണ്. അപ്പം ആ മക്കൾക്ക് പുറത്തുള്ള ഓരോ താഴ്വരകളുണ്ട്, ഓരോരുത്തരുടെ താഴ്വരകൾ. അതിൽ അബൂ ത്വാലിബിന്റെ താഴ്വരയിലേക്ക് അവര് മാറി താമസിക്കുകയാണ്. അങ്ങനെ അക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത പ്രയാസമാണ്. അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല, അവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബവും വല്ലാണ്ട് കഷ്ടത്തിലാവാണ്. അങ്ങനെ ആ കഷ്ടത്തിലായി അവിടുന്ന് 2.5-3 വർഷക്കാലം തന്നെ അവരൊരു എഗ്രിമെന്റ് എഴുതിയിട്ട് കഅബാലയത്തിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. അത് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സൈന്യത്തെ അയച്ചുകൊണ്ട് ആ എഗ്രിമെന്റ് നശിപ്പിക്കുന്നുണ്ട്. അതായത് ചെതല് തിന്നു പോയിട്ട് ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയ ആ ഒരു വാക്ക് മാത്രമാണ് അതിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാം ചെതല് തിന്നു പോയതോട് കൂടിയിട്ട് ഉപരോധം, ആ കരാർ അവസാനിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും വീണ്ടും തിരിച്ച് മക്കയിലേക്ക് എത്തുന്നു. മക്കയിൽ എത്തിയിട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പിതൃവ്യനായിട്ടുള്ള അബൂ ത്വാലിബ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ പട്ടിണിയും പ്രയാസവും സഹികെട്ടിട്ടാണ് മരണപ്പെട്ടു എന്ന് പറയുന്നത്. അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ ഹിക്മത്താണ്. ഓരോരുത്തരുടെ മരണവും ജനനമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ്. പക്ഷെ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും അല്ലെ.
അപ്പൊ ഇവിടെ അബൂ താലിബ് മരണപ്പെടുന്നത് പട്ടിണി കിടന്നിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബി റളിയല്ലാഹു അൻഹയും അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് യാത്ര പോവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള മുഴുവൻ ആ ഒരു ആശ്രയവും നഷ്ടപ്പെടുകയാണ്. അതായത് പുറത്താണെങ്കിൽ സംരക്ഷിക്കാൻ അബൂ താലിബ് ഉണ്ടായിരുന്നു. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഒരുപാട് പീഡനങ്ങൾ അഴിച്ചുവിട്ട സമയത്തൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന അബൂ താലിബ് ആയിരുന്നു. വീട്ടിനകത്തേക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് ഓടി. നമുക്കറിയാലേ, ഓരോ പ്രാവശ്യവും നമ്മള് ഓരോ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെട്ടുണ്ട്. വഹി വരുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഒരുപാട് നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ തവണയും ഓടി ഓടി വരുന്നത് ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായിട്ട് വിശ്വസിക്കുന്നതും ആദ്യമായിട്ട് നമസ്കരിക്കുന്നതും ആദ്യമായി ഒളെടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്നത് പ്രിയ പത്നി ഖദീജ ബി റളിയല്ലാഹു അൻഹയാണ്. അപ്പം ആ ഒരു ആശ്രയം നഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത ഒരു പ്രയാസത്തിലാവുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിക്കുകയാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വളർത്തുപുത്രനായ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ത്വായിഫിലേക്ക് യാത്ര പോകുന്നു. അവിടെ ചെന്നപ്പോഴോ ബനു സഖീഫ് ഗോത്രക്കാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ആകെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നുണ്ട്. അപ്പോഴെന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട് അല്ലെ. വമാ റബ്ബുക നസിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറന്നവനായിട്ടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ കഠിനമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്, ക്ഷമ മുറുകെ പിടിക്കുകയാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിനോട് മാത്രം തന്റെ പരാതികൾ ബോധിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, അതേപോലെ തന്നെ ഏത് പ്രയാസത്തിലും ഒരു എളുപ്പം വന്നു ചേരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഒരു വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സഹായമാവുന്നുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾക്കുള്ള ആശ്വാസ വാക്കുകളാണ് അതല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 2 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഏത് പ്രയാസത്തിനും ഒരു എളുപ്പം ഉണ്ടാവുക തന്നെ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും താഴ്ന്നുള്ള ഈ പോയിന്റിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ക്ഷമയും പ്രതീക്ഷയും ഉണ്ടായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വിലമതിക്കാനാവാത്ത ഗിഫ്റ്റ്, അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് നടത്തിയ രാജകീയ സൽക്കാരം എന്ന് തന്നെ പറയാം. അതാണ് അൽ ഇസ്ര വൽ മിഅ്റാജ്. നമ്മളിത് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടല്ലേ, പക്ഷെ നമുക്കതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ 2 ഭാഗമായിട്ടാണ് ഇത് പറയുന്നുണ്ടാവുക. കാരണം ഒറ്റ ക്ലാസ്സിൽ ഇത് നമുക്ക് തീരുന്നുണ്ടാവില്ല. കുറച്ച് വലിയ വൈഡ് ആയിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്കിടയിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറയാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നൊരു ക്ലാസ്, പിന്നെ അടുത്ത ദിവസം വേറൊരു ക്ലാസ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെയുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണോ, പ്രവാചകരെ, താങ്കളെ സ്വന്തം ജനത ആട്ടി ഓടിച്ചാലും, സ്വന്തം ജനത നിങ്ങളെ പുറത്താക്കിയാലും, അല്ലെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ ത്വായിഫുകാരെ കല്ലെറിഞ്ഞ് ഓടിച്ചാലും, ആരൊക്കെ നിങ്ങളെ കൈയൊഴിഞ്ഞാലും വാനലോകത്ത് താങ്കൾക്കുള്ള മഹത്വം അതൊന്ന് നേരിൽ വന്ന് കാണുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ തിരുസന്നിധിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രയാസമുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നൽകുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു എന്താ പറയാ ഒരു ആത്മീയമായിട്ടൊരു കരുത്തുണ്ടാവുക. അതേപോലെ തന്നെ തന്റെ മനസ്സിനേറ്റ മുറിവ്, അതായത് ത്വായിഫുകാരെ കല്ലെറിഞ്ഞ് ഓടിച്ചപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, പ്രിയപത്നി ആയിഷ ബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഉഹുദാണോ നിങ്ങളെ ഏറ്റവും പ്രയാസത്തിലാക്കിയത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഉഹുദാണോ പ്രവാചകരെ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല ആയിഷ, അത് ത്വായിഫ് ആയിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായിട്ടുള്ള മുറിവുകൾ ഏറ്റതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ച മാനസികമായിട്ടുള്ള ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു മുറിവിനെ ഒന്ന് ഉണക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഒരു കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ടുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സന്നിധിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അത്ഭുത യാത്രയെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആനിൽ ആകെ പറയുന്നത് സൂറത്ത് ഇസ്രായിന്റെ 17-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്ത് ഇസ്രായിന്റെ ആരംഭ ഭാഗത്ത് മാത്രമാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെയോ ഇസ്രായിന്റെ ആരംഭ ഭാഗത്ത് ആ യാത്രയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് വരുന്ന സൂറ നഹലിന്റെ അവസാനത്തെ ഭാഗം, അതായത് തേനീച്ചയുടെ പേരിലുള്ള സൂറയുടെ അവസാന ഭാഗത്ത് അതിന്റെ 125 മുതൽ അങ്ങോട്ടേക്കുള്ള ആ ആയത്തുകൾ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് ആളുകളോട് പ്രബോധനം നടത്തേണ്ടത് എന്നും അവരോട് എങ്ങനെയാണ് ഹിക്മത്തോടു കൂടി പെരുമാറേണ്ടതെന്നും അവര് പ്രബോധനം ചെയ്യുന്ന സമയത്ത് അവർ മോശമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അവരോട് ഏത് രീതിയിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വല ഇൻ സബർത്തും ലൗ ഖൈറുൽ ലിസ്വാബിരീൻ, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് തിരിച്ച് പ്രതികരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല എന്താണ് ക്ഷമിക്കുകയാണെങ്കിൽ പ്രവാചകരെ അതാണ് നല്ലത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. അത് നമുക്കും കൂടി ഉള്ളതാണ് അല്ലെ. ക്ഷമയാണ് ഏറ്റവും നല്ല ആയുധം. ഇനി എന്താണ് നിവർത്തിയില്ലെങ്കിൽ എന്ന് കരുതിയിട്ട് നമ്മൾ മരണം വരെ അങ്ങനെ ക്ഷമിക്കണം എന്നല്ല, തിരിച്ചടിക്കേണ്ട സമയത്ത് നമ്മൾ തിരിച്ചടിക്കണം. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ആ 127-ാമത്തെ ആയത്തൊന്ന് വായിക്കുകയാണെങ്കിൽ വസ്ബിർ മാ സബ്റുക ഇല്ലാ ബില്ല, അതായത് വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ല, അതായത് എന്താണ് നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ സഹനശീലം ഉപയോഗിച്ച് നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആശ്വാസവാക്കാണത് എന്താണ് ലാ തഹ്സൻ അലൈഹി, അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ആ ലാസ്റ്റിലായത്ത് അതും കൂടി ഒന്ന് വായിച്ചു നോക്കട്ടെ. അതായത് നബിയെ നിങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ നിങ്ങളുടെ മനസ്സ് വേദനിക്കൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ പ്രയാസപ്പെടല്ലേ പ്രവാചകരെ, അതായത് നിങ്ങൾ വേദനിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസ വാക്കുകൾ നൽകുക. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ നമുക്കും കൂടി അതൊരു ഇതാണ് അല്ലെ. ഖിയാമത്ത് നാൾ വരെയുള്ള സത്യവിശ്വാസികൾക്ക് ഈ ഖുർആന്റെ ആയത്തുകളൊക്കെ എന്താണ് അതൊരു ആശ്വാസമാണ്. അത് വായിച്ചാൽ അറിയാം ആര് തന്നെ എങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട്, അള്ളാഹു നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്, നിങ്ങൾ വിഷമിക്കല്ലേ പ്രയാസപ്പെടല്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അങ്ങനെ ആ സൂറ അവസാനിച്ച് തൊട്ടടുത്ത് വരുന്നത് എന്താണ് സൂറ ഇസ്രാ ആണ്. ആ ഇസ്രായിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് തുടങ്ങുന്ന ഒരു സൂറങ്ങൾക്ക് ഈ ഇതൊക്കെ ചരിത്രമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ ജസ്റ്റ് കേട്ടിട്ട് പോവരുതട്ടെ. ഈ ആയത്തുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. എന്താണ് നമ്മള് ഓരോ ആയത്തുകളും ഈ പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഖുർആനിന്റെ ആയത്തുകളൊക്കെ നമ്മളെ ഇന്ന സമയത്ത് ഇന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ആയത്തും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഈ ആയത്ത് എപ്പോഴാ വന്നേന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ആയത്ത് ഇങ്ങനെയാ പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാരക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ തന്റെ ദാസനെ, അതായത് നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അതിന്റെ പരിസരം നാം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു. നിശായാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എത്ര അത് തീർച്ചയായും അവൻ, അതായത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അത്രേ. അപ്പൊ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ ഇസ്രാ വൽ മിറാജിനെ കുറിച്ച് പറയണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ഒരു ദിവസം രാത്രിയില് ഉമ്മുഹാനി ബിന്തു അബൂ ത്വാലിബ്, അതായത് അബൂ ത്വാലിബിന്റെ മകളായിട്ടുള്ള ഉമ്മുഹാനിയുടെ വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിന്ന് കൂട്ടി മസ്ജിദുൽ ഹറാമിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് ബുറാഖ് എന്നൊരു വാഹനത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബുറാഖ് എന്ന് പറഞ്ഞാല് എന്താ പറയുക, ഒരു ജീവിയാണെന്ന് പറയുന്നു. അതായത് കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായിട്ടുള്ള ഒരു ജീവിയാണെന്നാണ് പറയുന്നത്. അതിന്റെ മുഖത്ത് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഇതൊക്കെ കെട്ടി മൂക്ക് കയറൊക്കെ ഇട്ടിട്ടുള്ള എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ജീവിയുമായിട്ട് വന്ന് അതിന്റെ പുറത്ത് കയറിയിട്ട് അവര് എന്ത് ചെയ്യാണ്, മസ്ജിദുൽ അഖ്സ എവിടെയാണുള്ളത്? ജെറൂസലേമിൽ, അതായത് ഫലസ്തീനിലെ. നമുക്കിപ്പോ ഇന്ന് നമ്മൾ നന്നായിട്ട് അത് നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. ഫലസ്തീനിലുള്ള ആളുകളുടെ ആ ഒരു പ്രയാസമൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അവര് മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ബുറാഖ് എന്ന വാഹനത്തിൽ കയറ്റിക്കൊണ്ട്
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വാഹനത്തിന്റെ പുറത്ത് കയറാൻ വേണ്ടി പറയുകയും ആ വാഹനത്തിന്റെ പുറത്ത് കയറാൻ നോക്കിയതോട് കൂടിയിട്ട് അതിങ്ങനെ എന്താ പറയാ, അതിങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ കുലുങ്ങുക. എന്താണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത പരിചയമില്ലാത്ത ഒരാള് വരുമ്പോ ഉണ്ടാവുമല്ലോ മൃഗങ്ങൾക്കൊരു ഒരു എന്താ പറയാ, ഒരു ഇഷ്ടപ്പെടാത്തൊരു ഇതാക്കല്ലേ, അതേപോലെ ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടാക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറയും, നീ എന്താണ് ഈ ചെയ്യുന്നത്? നിന്റെ പുറത്ത് ഇതിനേക്കാളും എന്താ പറയാ, ഇതിനേക്കാളും മഹത്വമുള്ള ഒരാള്, അല്ലെങ്കിൽ ഇതിനേക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാള് ഇതുവരെ ഇന്നോളം നിന്റെ പുറത്ത് കയറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇതിനു മുമ്പേയും ആരൊക്കെയോ അതിന്റെ ആ വാഹനത്തിന് മുകളിൽ കയറിയിട്ട് യാത്ര പോയിട്ടുണ്ടെന്നാണ് അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ബുറാക്കിന്റെ പുറത്ത് കയറിയിട്ട് മിന്നൽ വേഗത്തിൽ പോയി എന്നാ പറയുന്നത്. വേറെ ഏതോ ഒരു ആയത്തിലും അത് പറയുന്നുണ്ട്. അത് ഏതാണ്? ആ, യക്കാതുൽ ബർക്കു യഖ്തഫു അബ്സാർ. അതായത് ബർക്ക് ബുറാക്ക് എന്നൊക്കെ പറഞ്ഞാല് മിന്നൽ വേഗത്തിൽ എന്നാണ്. മിന്നലിന്റെ വെളിച്ചത്തിൽ അവർ നടന്നുപോയി, പിന്നീട് ആ വെളിച്ചം ഇല്ലാണ്ടായപ്പോ നിന്ന് സൂറ അൽ ബക്കറയിൽ വരുന്ന ഒരായത്താണ് അത് കേട്ടോ. അപ്പൊ അങ്ങനെ അവർ യാത്ര ചെയ്തിട്ട് എവിടെ എത്തുകയാണ്? നേരെ മസ്ജിദുൽ അക്സയിൽ എത്തുകയാണ്. മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പോ ഇഷ്ടം പോലെ അത് കേൾക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നൊക്കെ എല്ലാവരും അത് ദുആ ചെയ്യുന്നതന്നെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കേണ്ട നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്. അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യാണ്, മസ്ജിദുൽ അക്സയിൽ നിന്ന് പിന്നീട് 7 വാനലോകങ്ങളും കടന്ന് അള്ളാഹുവിന്റെ സന്നിധി വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം പോകുന്ന യാത്ര. അതാണ് ഇതിന്റെ 2 ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഈ യാത്ര വരുന്നത്. ഈ മിറാജിനെ കുറിച്ചിട്ട് പിന്നെ 53-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറ നജ്മിന്റെ, അതായത് ആ റഹ്മാൻ സൂറയൊക്കെ വരുന്നതിന്റെ ആ ഭാഗത്ത് അതിന്റെ 13 മുതൽ 18 വരെയുള്ള പിന്നെ ആ ആയത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മെഹറാജിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ഈ യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശരീരത്തോടു കൂടി നടത്തിയ യാത്രയാണ് എന്നുള്ളത് പ്രത്യേകം പറയണം. കാരണം ചില ആളുകൾ പറയും അതെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വപ്നത്തിൽ സഞ്ചരിച്ചാണ്. സ്വപ്നത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ പറയുമ്പോൾ നമുക്ക് അതിശയമൊന്നുമില്ല അല്ലെ, നമ്മൾ തന്നെ എവിടെല്ലാം പോയി വരും. ഇപ്പൊ ചൊവ്വയിലൊക്കെ പോയിട്ട് സ്വപ്നത്തിൽ പോയി വരുന്ന, അമേരിക്കയിലൊക്കെ സെക്കൻഡുകൾ കൊണ്ട് പോയി വരുന്ന ആളുകളുണ്ട്. ഉറക്കത്തിൽ അങ്ങനെ നമുക്ക് പലതും ചെയ്യാം. പക്ഷെ അതൊന്നും ഉണർന്നിരിക്കുമ്പോൾ ചെയ്യുന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്ന് കരുതിയിട്ട് ഇനി ഇങ്ങനെ ഒരു യാത്ര നടത്തി എന്നുള്ളത് കൊണ്ട് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിലെ കൂടെ കുറെ കാര്യങ്ങൾ കെട്ടിപ്പൊക്കി, അതായത് ഇല്ലാത്ത കുറെ കാര്യങ്ങളും അതിനെ കുറിച്ചിട്ട് ഉണ്ടാക്കി പറയുന്നുണ്ട്. അപ്പൊ നമ്മള് യഥാർത്ഥത്തിലുള്ള ആ ഒരു ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പിന്നെ ഒന്നാമത്തെ ഭാഗം ഇസ്രായേലിനെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലെ. സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അള്ളാഹിന്റെ അപാരമായ കഴിവ് കൊണ്ട് മാത്രം പ്രകടമായിട്ടുള്ള വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് കൊണ്ട് ഓരോ ഇത് ആരംഭിക്കാറുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കാണാൻ സാധിക്കും. നമുക്ക് പരിചിതമായ സൂറത്ത് യാസീനിലെ 36-ാമത്തെ വചനത്തിലെ സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ എന്ന് പറയുന്ന ആയത്തുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മറിച്ച് എന്താണ് അള്ളാഹുവിന്റെ സിഫത്തിന് നിരക്കാത്ത രീതിയിൽ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ ആ ഒരു അള്ളാഹിന്റെ മീത് പല കുറ്റങ്ങൾ ആരോപിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, ആ വക ന്യൂനതകളിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്തനാണ് എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് ഇപ്പൊ നമ്മൾ സൂറ ബക്കറയുടെ 114-ാമത്തെ ആയത്തിൽ കാണും വഖാലു തഹദുല്ലാഹു വലദ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെ സ്വീകരിച്ചു. തന്നെ സൂറ മറിയമിലും ഉണ്ട് ഇതേ ഒരു ആയത്ത് കടന്നു വരുന്നത്. അതായത് എന്താണ്, ഈ നബി സല്ലല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയാ, സന്താനത്തെ സ്വീകരിച്ചു, അതേപോലെ തന്നെ ദൈവപുത്രൻ, അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ താക്കീത് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ കാണാൻ പറ്റും സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്നാണ് പറയുന്നത്. അതായത് തന്റെ അടിമയെ, തന്റെ ദാസനെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ ഇരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദാസനായിട്ട് ഇരിക്കുക എന്നുള്ളത്. ഞാൻ നാളെ ഒരു ദിവസം അള്ളാഹുവിന്റെ അടിമകളാവുക എന്നൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന, ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അബുദായിട്ടിരിക്കുക. ആ ഉബൂദിയത്തിന്റെ അവസ്ഥയാണ് നമുക്ക് ഏറ്റവും നല്ല ഞാൻ പറയുന്ന കേൾക്കാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ലല്ല, കണ്ടിന്യൂ ചെയ്തോളൂ. ആ, ഞാൻ എന്താ മെസ്സേജ് വന്നേന്ന് നോക്കിയത്.
ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ പറഞ്ഞു വന്നെന്ന് വെച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താ പറയാ, എന്റെ റസൂല് അല്ലെങ്കിൽ നബിയെ അല്ലെങ്കിൽ ഹബീബ് അങ്ങനെ ഒന്നുമല്ല വിളിക്കുന്നത്. എന്താ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന തന്റെ ദാസനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ യാത്ര ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ സൂറത്ത് ദാരിയത്തിന്റെ 56-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതായത് നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് പടച്ച് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് എന്തിനാണ്? നമ്മൾ അള്ളാഹുവിന്റെ അബ്ദായിട്ടിരിക്കാനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ്? യജമാനന്റെ മുന്നിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ പിന്നെ ഈ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറയുന്ന ഭാഗത്തെല്ലാം എന്താ പറയാ, ഈ ഒരു പള്ളിയെ കുറിച്ച് പറയുന്ന സ്ഥലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്ക ചെയ്ത്, അതായത് അവിടെ അള്ളാഹു ബർക്കത്ത് ചെയ്തിരിക്കുന്നു പറയണത് നമുക്ക് ഞാൻ ഒരു യാത്രയുടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെ അർദുൽ മുബാറക് എന്നും അർദുൽ മുഖദ്ദസ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന കേൾക്കുക. കാരണം അത്രയേറെ പ്രവാചകന്മാർ ഇറങ്ങിയ ഒരു സ്ഥലം, അല്ലെങ്കിൽ അത്രയേറെ അമ്പിയാ ഔലിയാക്കൾ മുർസലീങ്ങളൊക്കെ വന്ന ഒരു സ്ഥലം വേറെ ഈ അള്ളാന്റെ ദുനിയാവിൽ വേറെ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എന്താ പറയുക, അമ്പിയാ ഔലിയാക്കളുടെ ആ ഒരു തലമുറക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ ആ ഒരു ഇസ്ലാമിന്റെ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകട്ടെ. ആ മസ്ജിദുൽ അഖ്സയൊക്കെ മോചനം നേടട്ടെ. നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേക ദുആ ചെയ്യുക. എല്ലാവരുടെ നമസ്കാരത്തിലെ ദുആയിലൊക്കെ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് അത് മാത്രമാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ 20ഓളം സ്വഹാബികളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉദ്ധരണികളിൽ ഈ ഒരു വിഷയത്തിൽ മാത്രം, ഇസ്രാ മിറാജിനെ പറ്റിയിട്ട് മാത്രം നമുക്ക് ഇത് കാണാൻ പറ്റും. സ്വഹീൽ ബുഖാരിയിൽ തന്നെ 5ഓളം സ്വഹാബികളുടെ വിശദീകരണം കാണാൻ പറ്റും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഐഷ റളിയല്ലാഹു അൻഹ, ഇവരിൽ നിന്നെല്ലാം ഇത് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സീരിയസ് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. മക്കൻ സീറയിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉള്ളതും ഈ വിഷയത്തിൽ തന്നെയാണ്. പിന്നെന്താണ്? മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത, മനുഷ്യന്റെ ഭാവനക്ക് അതീതമായിട്ടുള്ള പല കാഴ്ചകളും ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഈ യാത്രയിൽ കണ്ടതുകൊണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങള് നമുക്ക് വിശദീകരിച്ച് തരണം. അങ്ങോട്ടുള്ള യാത്രയിൽ നിരവധി പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. തിരിച്ചുള്ള യാത്രയിൽ സ്വർഗ്ഗ നരകമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ എന്താണ്, കുറെ ഇതിലിങ്ങനെ കൂട്ടിച്ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഏകദേശം പറയുന്നത് ഹിജ്റക്ക് തൊട്ടു മുമ്പ് 1.5-2 വർഷങ്ങൾക്ക് മുൻപ് റജബിലാണെന്നോ റബീഉൽ അവ്വലിലാണെന്നോ മുഹറത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു ആലം. അന്ന് ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് എടുത്തുകൊണ്ട് ഇപ്പൊ നമ്മൾ മസ്ജിദുൽ അഖ്സയിലെത്തിയിട്ട് അവിടെ ആ ബുറാക്കിനെ അവിടെ ബന്ധിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങനെ ശരിക്കും നമ്മൾ കാണുന്ന ഇന്നത്തെ നമ്മുടെ നിസ്കാരത്തിന്റെ ഈ രീതിയിൽ നമുക്ക് നിസ്കാരം കിട്ടുന്നത് എപ്പോഴാണ്? ഇസ്രാ വൽ മിറാജിന് ശേഷമാണ്, അല്ലെ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിസ്കരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലില് തന്റെ കൈകൊണ്ടൊരു ദ്വാരം ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടാക്കിയെന്നും, അല്ലെങ്കിൽ മറ്റുള്ള പ്രവാചകന്മാര് ഈ മൃഗത്തെ ബന്ധിക്കാറുണ്ടായിരുന്ന വളയത്തിൽ കെട്ടി എന്നെല്ലാം കാണാട്ടോ. അതൊക്കെ നമുക്ക് അത്ര ഇങ്ങനെ മൈന്യൂട്ടായിട്ട് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് അങ്ങനെ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയ സമയത്ത് 1,25,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിൽക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞ സുബ്ഹാനല്ലാഹ്. ഇത്രയും പ്രവാചകന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകില് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിന്നതിന്റെ പുറകിലെ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അവരെ കണ്ടു എന്ന് പറയുന്നു. ആ ഒറ്റ സൊഫില് ആ പ്രവാചകന്മാരെല്ലാവരും നിരന്ന് നിന്നിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കിക്കൂടെ, തീർച്ചയായിട്ടും ആ മണ്ണ് തന്നെയാണ് ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്ത മണ്ണെന്ന്. അതിനെ ബാറക്നാ ഹൗലഹു എന്ന് പറയേണ്ടതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, എല്ലാ പ്രവാചകരും കൊണ്ടുവന്നത് ഒരേ ആശയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ആദം മക്കളുടെ സയ്യിദാണെന്ന്.
അതായത് നമുക്ക് എന്താ പറയാ, ആദ്യം നമ്മുടെ ദീന് കിട്ടിയ സമയത്ത് കിബിലയായിട്ട് നമസ്കരിച്ചിരുന്നത് മസ്ജിദുൽ അക്സയിലേക്കായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ബനു ഇസ്രായേലുടെ ശേഷം വന്നത്, അതായത് പിന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം വന്ന ബനു ഇസ്രായേലരുടെ ശേഷം വന്ന പ്രവാചകനാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നിസ്കരിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു കഅബാലയത്തിനടുത്തേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കണം എന്നുള്ളത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ പോയവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. പിന്നെ എന്താണ്, നമുക്ക് ആ മസ്ജിദുൽ ഖിബലത്തൈനി കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പോ അത് മദീനയിലല്ലേ മസ്ജിദുൽ ഖിബലത്തൈൻ, പിന്നീടല്ല അങ്ങോട്ട് കഅബാലയത്തിനടുത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിർമ്മിച്ച ആ പള്ളിയുടെ നേരെ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മുകളിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ ഒരു നമസ്കാരത്തിലാണ് കഅബാലയത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള ഓർഡറൊക്കെ കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് ഇതുപോലുള്ള ചരിത്രം പറയുമ്പോൾ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ആ നമസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, മിറാജ് യാത്ര ആരംഭിക്കുകയാണ്. യാത്രയുടെ ആദ്യഘട്ടം പിന്നെ ഇപ്പൊ നമ്മള് എന്താ പറയാ, തുടക്കം ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നല്ലേ. ഇനി എന്താണ് അതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ആ ഒരു ഭാഗമാണ് പറയുന്നത് മിറാജ്. മിറാജിനെ കുറിച്ച് പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, വലിയ ഒരു ഇതൊന്നും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മിറാജ് എന്നുള്ള പേരിൽ ഒരു സൂറയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സൂറത്തുൽ മാരിജിന്റെ കുറച്ച് ഭാഗങ്ങളിലാണ് അത് കാണുന്നത്. അങ്ങനെ എന്താണ്, അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം എന്നാണ് പറയുന്നത്, ബുറാക്കിനെ അവിടെ ബന്ധിച്ചിട്ട് അവിടുന്ന് കയറി പോവാന്നാണ് പറയുന്നത്. ഇപ്പൊ അറജ, ഉറൂജ് എന്നൊക്കെ പറഞ്ഞാൽ അറബി ഭാഷയൊക്കെ പഠിക്കുന്നവർക്ക് വേഗം മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. കയറി പോവുക, പിന്നെന്താണ്, എന്താ പറയാ, അതിന്റെ ഒരു മെഹറാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കേറി പോകുന്ന സാധനല്ലേ, എന്താ പറയാ, നമ്മുടെ കോണിയൊക്കെ അല്ലേ, അതിനെയൊക്കെ പറയുന്ന ഒരു പേരാണ് ശരിക്കും അത്. ഇപ്പൊ നമ്മള് എന്താ പറയാ, പൂട്ടുന്ന സാധനത്തിന് ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഫതഹ എന്ന് പറഞ്ഞാല് പിന്നെ പൂട്ടല്ലേ, തുറക്കുന്നതിന് നമ്മൾ ഫതഹ എന്ന് പറയും. മിഫ്താഹ് പറഞ്ഞാൽ എന്താണ്, താക്കോല് അല്ലെ. അതേപോലെ തന്നെ വസ്ന എന്ന് പറഞ്ഞാല് എന്താ പറയാ, തൂക്കണ ഇതിനാണ് വസ്ന എന്ന് പറയാ. അല്ല, വസ്ന എന്ന് പറഞ്ഞാൽ തൂക്കുക എന്നുള്ള ആ പ്രവൃത്തി, അതിനെ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മള് മീസാൻ എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇവിടെ എന്താണ് മെഹറാജ് എന്നിട്ടുള്ള ആ ഒരു ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. കയറി പോവുക തന്നെയാണ് അല്ലെ. എവിടേക്കാണ് കയറി പോണത്, അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്ഥാനം എവിടെയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്, നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അള്ളാഹു എവിടെയാണ് ഇരിക്കുന്നത്, പിന്നെ എല്ലായിടത്തും ഉണ്ടോ, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു എവിടെയെന്നൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് അള്ളാഹുവിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്നത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ സൂറ നജ്മിന്റെ 57-ാമത്തെ അതായത് 57-ാമത്തെ അധ്യായമായിട്ടുള്ള 57 സൂറ നജ്മ് 53 അല്ലെ. 53-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്ത് നജ്മിന്റെ പിന്നെ ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് മസ്ജിദുൽ അക്സയിലെ ആ നമസ്കാരത്തിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങുകയും ശേഷം അവിടെയുള്ള ഒരു പാറക്ക് മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലാഹു അലം. പിൽക്കാലഘട്ടത്തില് ഖുലഫാഉ റാഷിദീങ്ങൾക്ക് ശേഷം വന്ന ഉമവി ഭരണകൂടം, ഉമവികളും അബ്ബാസികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു പാറന്റെ മുകളിൽ നിന്ന് ഇപ്പൊ അവര് ആ ഉമവികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മനോഹരമായിട്ടുള്ള നമ്മൾ മസ്ജിദുൽ അക്സ അടിച്ചു നോക്കുന്ന സമയത്ത് തന്നെ കാണുന്ന ഒരു സ്വർണ്ണ കളറിലുള്ള ഒരു മഞ്ഞ കുബ്ബ നമ്മൾ കാണൂല, അത് അവര് ഉമവികള് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറിപ്പോയ ആ സ്ഥലത്ത് ഉണ്ടാക്കിയതാണ്. അതിന് ശരിക്കും കുബ്ബത്തു സുഹ്റ എന്നാണ് പറയുന്നത്. പിൽക്കാലഘട്ടത്തില് സുഹ്റ എന്ന് പറഞ്ഞാൽ പാറ എന്നാണ്. ആ പാറയുടെ മുകളിൽ അവര് ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ കാണുന്ന മസ്ജിദുൽ അക്സ. അടിച്ചു നോക്കിയാൽ ആദ്യം കാണുന്ന അതാണ് മസ്ജിദുൽ അക്സ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അവർ ഇത്രയും ഭംഗിയിൽ അത് ഉണ്ടാക്കിയ വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ് മനോഹരമായിട്ട് അത്രയും ഭംഗിയുള്ള ആ ഒരു ഇത് അവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം അങ്ങനെ യാത്ര പോവാണ്. പിന്നെ ഇതൊക്കെ പറയുന്നത് സൊഹൈൽ ബുഖാരിയിലുള്ള ഹദീസാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ 1-ാം വാനലോകത്തേക്ക് എത്താണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ
സെക്കൻഡുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് എടുത്തു കൊണ്ടുപോവുകയും പിന്നീട് തിരിച്ചവിടെ വന്ന സമയത്ത് ആ കിടന്നിരുന്ന വിരിപ്പിന്റെ ചൂട് പോലും പോയിട്ടുണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തായിരിക്കും അല്ലെ ആ ഒരു യാത്രയുടെ ഒരു ഇത് എന്തായിരിക്കും? അതേപോലെ മിന്നൽ വേഗത്തിൽ, പിന്നെ പ്രകാശാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് പറഞ്ഞാൽ നമുക്കറിയാലോ. മലക്കുകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള പ്രകാശം കൊണ്ടാണ് അല്ലെ. അപ്പൊ അവര് എന്ത് ചെയ്യണോ, എത്രയും പെട്ടെന്ന് തന്നെ അവര് ഏറ്റവും അടുത്തുള്ള, ഭൂമിയുടെ അടുത്തുള്ള, നമ്മൾ നോക്കിയാൽ കാണുന്ന ആകാശം എന്ന് നമ്മൾ കരുതും. പക്ഷെ അത് ആദ്യമായിട്ട് അവർ പോകുന്ന സമാഉ ദുനിയയിലേക്കാണ്, അതായത് ഒന്നാം ആകാശത്തേക്കാണ് പോകുന്നത്. പക്ഷെ അതൊക്കെ എത്രയോ ദൂരത്താണ്, എത്രയോ ദൂരെയാണ്. പക്ഷെ നിമിഷ നേരം കൊണ്ട് അവർ അവിടെ എത്തി, ഒന്നാം ആകാശത്തിന്റെ അറ്റത്ത് എത്തി. അവിടുന്ന് അവരെന്ത് ചെയ്യാണ്, ആ ആകാശത്തിനെ പറ്റിയിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ ഞാനത് തൽക്കാലം അത്രയും ഭാഗങ്ങൾ പറയുന്നില്ല കേട്ടോ. അതായത് അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമാ എന്നുള്ള ഒരു വാക്കിന് തന്നെ, അതായത് ശരിക്കും ഉപരിലോകം എന്നുള്ളതിന് പറയാൻ വേണ്ടിയിട്ടാണ്, മുകളിലുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സമാ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ആകാശത്തിന് പറയുന്ന ഒരു പേരല്ല. നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ളതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് സമാ. അതായത് സൂറ ഇബ്രാഹിമിന്റെ 24-ാമത്തെ ആ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു മനോഹരമായിട്ടുള്ള ഒരു വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു. ആ വൃക്ഷത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പറയുന്നത് എന്താണ്, അസ്ലുഹ സാബിത്തുൻ വ ഫർഉഹ ഫിസ്സമാ. അതിന്റെ ശാഖകൾ സമായിലാണ്, അതായത് അതിന്റെ ശാഖകൾ ആകാശത്താണെന്ന് പറയുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലാണ് എന്നാണ് അവിടെ സമാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആറ്റില്ലാത്ത ഉപരിലോകത്തെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ സമാ എന്ന് പറയുമ്പോൾ ഒരു ആകാശത്തെ കുറിച്ചല്ല പറയുന്നത്, സബ് സമാവാത്ത് എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രകാശം പുറത്തുവിടുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളായിട്ടുള്ള ഗാലക്സികളും ക്ലസ്റ്ററുകളും സൂപ്പർ ക്ലസ്റ്ററുകളും നെബുലകളും സൂപ്പർ നോബുകളും എല്ലാം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ ഉപരിലോകം മാത്രമാണ്. അതിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഈ ഒരു ആകാശത്ത് ഒരുപാട് ഞാൻ കുറെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് 6ഓളം ഉപരിലോകങ്ങൾ വേറെ തന്നെ ഉണ്ട്. അത് ഉൾക്കൊള്ളുന്ന ആ ഒരു സബ് സമാവാത്തിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ സൂറ മുൽക്ക് ഒക്കെ നമ്മൾ എന്നും സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്ന സൂറത്തുകളാണ്. സൂറയാണ് അല്ലെ. അതിൽ പറയുന്നില്ലേ, അതിന്റെ 5-ാമത്തെ വചനത്തിൽ പറയുന്നത്, വലക്കത് സയ്യന്ന സമാ ദുനിയാ ബിമസാബിഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മളോട് ഏറ്റവും അടുത്തുള്ള ആ സമാ ദുനിയയിൽ ചില വിളക്കുകൾ കൊണ്ട് ഞാൻ അലങ്കരിച്ചിരിക്കുന്നു. ആ വിളക്ക് എന്ന് പറയുന്നത് എന്താണ്, പരിശുദ്ധ ഖുർആനിലെ സൂറ സോഫാത്തിന്റെ 6-ാമത്തെ വചനത്തിലും പറയുന്നുണ്ട്. എന്താണ്, ഇന്നാ സയ്യന സമാ ദുനിയാ ബി സീനത്തിൽ കവാക്കിബ് എന്ന് പറയുന്നുണ്ട്. നക്ഷത്രങ്ങളാൽ ഞാൻ ഒന്നാം ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും പരിശുദ്ധ ഖുർആനായിട്ട് നന്നായിട്ട് ബന്ധം പുലർത്തേണ്ടവരാണ് കേട്ടോ. നമുക്ക് കിട്ടിയ ഗ്രന്ഥം, നമ്മൾ ഒരിക്കലും ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ, ബനൂ ഇസ്രായേലർക്ക് ശേഷം അന്ത്യപ്രവാചകനെ അവരുടെ ഉമ്മത്തിനെ തെരഞ്ഞെടുക്കാനുണ്ടായ കാരണം തന്നെ എന്താണ്, അവരിൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യാത്തവർ, അവര് കിതാബുള്ള ഗ്രന്ഥമുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഹങ്കരിച്ച് നടക്കുക അല്ലാണ്ട് എന്ത് ചെയ്തില്ല, ആ ഗ്രന്ഥം അവര് തുറന്നു നോക്കിയില്ല. അതുപോലെ നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. നമ്മുടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം, ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഇപ്പൊ ഞാനിതൊന്നും പഠിക്കണ്ട എന്ന് ആരും കരുതണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് 60 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാള് അള്ളാഹിനോട് ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാനുണ്ടാവില്ല. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആന് പഠിക്കാനും അതിന്റെ തഫ്സീർ പഠിക്കാനും ആ അറബി ഭാഷ പഠിക്കാനും ഒക്കെ ഉള്ള എല്ലാ അവസരങ്ങളും ഇന്ന് നമ്മുടെ വിരൽ തുമ്പിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ആരും പഠിക്കാതിരിക്കണ്ട. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ ഇപ്പൊ ഞാൻ ഒരുപാട് ആയത്തുകളെ കുറിച്ച് ഞാനിങ്ങനെ ഓടിച്ച് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്നും കൂടി കേട്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് ഇങ്ങനെ തെസ്കിയ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ വെറുതെ വന്നിട്ട് ക്ലാസ്സിനകത്ത് ഇരുന്നിട്ട് ഉറങ്ങി പോവുകയൊന്നും ചെയ്യരുത്. ഒരു നോട്ട്ബുക്ക് ഒരു പേനയുമായിട്ട് ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കുകയും ചെയ്യട്ടെ. അതിലിങ്ങനെ നിങ്ങളിങ്ങനെ ഈ ചാറ്റ് ബോക്സ് ഇങ്ങനെ ഒഴിച്ചിടൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം ആകുമ്പോൾ അത് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഇതിന് മുകളിൽ ഈ കാണുന്ന ആകാശത്തിന്റെ മുകളില് പിന്നെ അടുക്കുകളായിട്ട് ഒരുപാട് ആകാശം, അതായത് വീണ്ടും 6 ആകാശങ്ങളും കൂടി ഉണ്ട്. അതെല്ലാം കൂടി കൂടിയതാണ് ഈ സബ സമാവാത്ത് എന്ന് പറയുന്നത്. അള്ളാഹിന്റെ സൃഷ്ടിപ്പിലെ ഒരു ഇതുണ്ടല്ലേ, വലം തജിദലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ
സൃഷ്ടിപ്പിൽ ഉപയോഗിച്ച ഒരു സുന്നത്തായിരിക്കാം എന്ത്, ഇങ്ങനെ അടുക്കുകൾ അടുക്കുകൾ പോലെ. അത് എല്ലാം അങ്ങനെ തന്നെയാണ്. ഭൂമിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഭൂമിയെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്ന് വിശദമായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്താണ്, അതിന്റെ മുകളിലുള്ള അന്തരീക്ഷം അതിനെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അതിൽ നിരവധി പാളികളുണ്ട്. അയണോസ്ഫിയർ, മിസോസ്ഫിയർ മുതലായ നിരവധി പാളികൾ. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ നക്ഷത്രമായിട്ടുള്ള സൂര്യനിലേക്ക് നോക്കുകയാണെങ്കിലോ, ആ സൂര്യനിലേക്ക് നോക്കുന്ന സമയത്തും അതിലുണ്ടല്ലേ പിന്നെന്താണ് ഓട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നൊക്കെ പറയുന്ന കുറെ പാളികൾ അതിനകത്തുണ്ട്. അതേപോലെ തന്നെയാണ് എന്താ പറയുക, ഇങ്ങനെ ഉള്ളി മാതിരിയാണ്, കുറെ പാളികളോട് കൂടി അടുക്കി അടുക്കി വെച്ചതാണ്. അതൊക്കെ വേറെ എന്താണ്, ഇതിനെ ഭൂമിയെ കുറിച്ചോ സൂര്യനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടിപ്പിലും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മനുഷ്യന്റെ ആ ഒരു ഇത് എടുത്തു നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ. നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു തൊലിയൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മളെ കവർ ചെയ്തിട്ടുള്ള മൊത്തം ചർമ്മം നോക്കുകയാണെങ്കിൽ എന്താണ്, എപ്പിഡെർമിസ്, ഡെർമിസ്, അതേപോലെ ഹൈപ്പോഡെർമിസ് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും ആ ഒരു മെഡിസിൻ ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയായിരിക്കും അങ്ങനെ ലെയറുകളായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ എന്താണ് പറഞ്ഞത്, സബ സമാവാത്തിനെ പറ്റിയിട്ട് അതിനെ എന്താ പറയാ പരിഹസിക്കുന്ന കുറെ ആളുകൾ ഇതൊക്കെ പറയുമ്പോഴേ, ഇതൊക്കെ അറിയാത്ത ആളുകളാകുമ്പോൾ നമുക്കിത് വിശദമായിട്ട് പഠിക്കാനുള്ള എല്ലാ സോഴ്സും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഒന്നുമില്ല. കൂടുതൽ ഡൗട്ട് വരികയാണെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് വരികയാണെങ്കിൽ നമ്മളത് വിട്ട് കളയാം. കാരണം എന്താണ്, അള്ളാഹുവിന്റെ കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു സ്വഹാബി, വഹി എഴുത്തുകാരനായിട്ടുണ്ടായിരുന്ന ഒരു സ്വഹാബി ഇങ്ങനെ വഹി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംശയം വരികയാണ്. സംശയം വരുമ്പോൾ ഇബ്ലീസിന് എന്താണ് ഏറ്റവും ഇഷ്ടമാണ് അതങ്ങനെ സംശയം ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുപോയിട്ട് ആ ഒരു വിശ്വാസത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ചില ആളുകൾ ഭൗതികവാദികളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് പിന്നെ അവസാനം ചിലരൊക്കെ സത്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്താക്കേണ്ട, കുറെ ഇങ്ങനെ ആലോചിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകേണ്ട. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കിത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ഹദീസുകളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ജീവിതകാലം മുഴുവനും ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ളതെങ്കിൽ പോലും നമ്മൾ ഫിക്കറായിരിക്കുന്ന എന്തിലാണ്, നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ജീവിതം, അതൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചെന്ന കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. എന്നിട്ട് നമ്മൾ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഒന്നും കൂടി എന്നെ തിരിച്ചയക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം നല്ലപോലെ പോയി പഠിച്ചിട്ട് വരാ എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ആദ്യവാന ലോകത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അതുപോലെ തന്നെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി അവിടെ എത്തുകയാണ്. അവിടത്തെ കാഴ്ച എന്താണെന്നറിയോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൈന്യത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ സൈന്യം ആരാണ്, മലക്കുകളാണ്. അവിടെയുള്ള മാലാഖമാര് ചോദിക്കുകയാണ്, അവര് ഫക്കീല, അതായത് അവര് ചോദിക്കുന്നു, മൻ ഹാദ, ആരാണ് വന്നത് എന്ന്. ആ ഒന്നാം ആകാശത്തിന്റെ കവാടത്തിൽ മുട്ടിയപ്പോ ചോദിക്കുകയാണ് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമു പറയാണ്, പിന്നെ എന്താണ്, ഹാദ ജിബ്രീൽ, ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ജിബ്രീലാണ്. അപ്പൊ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളുടെ കൂടെ, വമിൻ മാക്ക്, നിങ്ങളുടെ കൂടെ ആരാണ്? അപ്പൊ പറയാണ്, എന്റെ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയണം. അപ്പൊ തന്നെ അവര് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇതില് നിങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയാം, അതെ, ഞങ്ങൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതേന്ന് പറയും. അങ്ങനെ ആ സന്ദർഭത്തില് ഫഫുതിഹ ലനാ, അതായത് എന്താണ്, വാതില് ഒന്നാം ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ ഒരു കവാടം കടന്ന് ഒന്നാം ആകാശത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ അവിടെ വെച്ചിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അബുൽ ബഷറായിട്ടുള്ള സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. നമ്മുടെ ആദി പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല അല്ലെ, അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണോന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അത് നിങ്ങളുടെ ആദി പിതാവാണ്, നിങ്ങളുടെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്, അദ്ദേഹത്തോട് സലാം പറയാന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയും. അപ്പൊ സലാം പറയുന്ന സമയത്ത് എന്താണ്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം അടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സീനുണ്ട്. അതായത്
മർഹബൻ ബി ഇബ്നു സ്വാലിഹ് വ നബിയു സ്വാലിഹ്, എന്റെ ഉത്തമ പുത്രനും ഉത്കൃഷ്ടനായ പ്രവാചകനുമായ താങ്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നു. അതിൽ പിന്നെ കാണുന്ന ഒരു സീന് പറയുന്നുണ്ട്. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തന്റെ വലത് ഭാഗത്തേക്ക് നോക്കി ചിരിക്കുകയും തന്റെ ഇടത് ഭാഗത്തേക്ക് നോക്കി കരയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് അങ്ങനെ കരഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നുണ്ടായിരുന്നു, വലതു ഭാഗത്ത് നോക്കിയപ്പോൾ കണ്ടത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ സന്താന പരമ്പരകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കണ്ടതിനാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ സന്തോഷം കൊണ്ട് ചിരിച്ചത്. ഇടതു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്, അവർ നരകത്തിലേക്കുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലതു ഭാഗത്ത് കണ്ടിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള സാലിഹീങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങൾ നമ്മളെയും കൂട്ടി ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടോ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമല്ലാതെ. തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. ഇല്ല, നമ്മൾ വളരെ വളരെ കുറച്ച് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓരോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമ്മൾ എന്താ പറയാ, കടല് കാണാൻ പോകുന്ന പല രീതിയിലുള്ള ആളുകൾ കടല് കാണാൻ പോവല്ലേ. ഇപ്പൊ ഒരു വാഹനത്തിൽ കയറിയിട്ട് ഇപ്പൊ ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കടല് കാണാൻ വേണ്ടി പോവാണ്. ഉപ്പയും ഉമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി കടല് കാണാൻ വേണ്ടി പോകുന്നു. പക്ഷെ ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യുന്നു, ആ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് അവര് കടല് കാണുകയാണ്. കാരണം എന്താ, അവർക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ വയ്യ. പക്ഷെ വേറെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ബാക്കി വലിയവരൊക്കെ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ഇറങ്ങിയിട്ട് കടലിന്റെ കുറച്ചടുത്ത് പോയി നിൽക്കുന്ന, കാല് നനക്കാതെ അവര് നിന്നിട്ട് കടല് കാണുന്നു. പക്ഷെ കുഞ്ഞു മക്കൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് കടല് കാണുന്നു. പക്ഷെ അതിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു വഞ്ചി എടുത്തിട്ട് അവര് തുഴഞ്ഞുകൊണ്ട് കടലിലേക്ക് പോകുന്നു. എന്നിട്ട് അവർ കടലിനെ ശരിക്കും കടലിന്റെ ആ ഒരു അഗാധതയിൽ പോയിട്ട് അവർ കാണുന്നു. പക്ഷെ വേറെ ചില ആളുകളോ കടലിൽ മുങ്ങിത്തപ്പി മുത്തും പവിഴവും വാരുന്നു. ഇതാണ് ശരിക്കും ഇസ്ലാമിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ ഒരു പക്ഷേ ആ ജീപ്പിൽ അല്ലെങ്കിൽ ആ കാറിലായിരിക്കുന്ന വാഹനത്തിലിരിക്കുന്ന മാതാപിതാക്കളായിരിക്കാം. കാരണം അത് ആ രീതിയിലാവും. അതായത് വക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യാണ്. ചില ആളുകൾ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് കുറച്ച് നിസ്കാരവും കുറച്ച് നോമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്, ചില ആളുകൾ എന്താണ് വെള്ളത്തിൽ നനയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇബാദത്ത്. പക്ഷെ ഇതൊന്നും അല്ലാതെ അള്ളാഹുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ട് കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തും പവിഴവും വാരുന്നവരാണ് യഥാർത്ഥത്തിൽ. അതാണ് ശരിക്കും ദീനിന്റെ അവസ്ഥ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ അറിയണം നമ്മൾ എവിടെയാണ് ഉള്ളതെന്നും നമുക്ക് കിട്ടിയ നിഅമത്തുകൾ എത്ര വലുതാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം പിന്നെയും കടന്നു പോവാണ്. അവിടെ കണ്ടത് ആരെയാണ്, ഈസ നബി അലൈഹി സ്വലാം. രണ്ടാം വാനലോകത്ത് ഇതേപോലെ തന്നെ ചെല്ലുന്നു. രണ്ടാം വാനലോകത്തിന്റെ കതകിൽ മുട്ടുന്നു, അത് തുറക്കപ്പെടുന്നു. അങ്ങനെ അത് അവിടെ സലാം പറഞ്ഞ് കയറുന്നു. അപ്പൊ അവിടെ കാണുന്നത് ആരെയാണ്, ഈസ ഇബ്നു മറിയം, അതുപോലെ തന്നെ യഹ്യ ഇബ്നു സക്കരിയ. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവര് എന്താണ്, ആ രാജാവ് തൽമൂദോ എന്തോ ഒരു പേരുണ്ട്, ആ രാജാവ് അയാള് വധിച്ചതാണ്. ശരിക്കും പിന്നെ കൊന്നു കളഞ്ഞതാണ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും അവരുടെ സമൂഹം അതാണ് ചെയ്തത് അല്ലെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയരങ്ങളിലേക്ക് ഉയർത്തി കൊണ്ടുപോയി ചെയ്തു. പക്ഷെ രണ്ടുപേരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരെ ഒരിക്കലും നമ്മൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല. അവര് ഹയ്യു മിനല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുത്ത് അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോ ഈ രണ്ട് പ്രവാചകർ ശരിക്കും പറഞ്ഞാൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ മരണപ്പെട്ടിട്ടില്ല. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്ക് ഇനിയും ഇറങ്ങി വരാനുള്ളതാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ അവിടുന്ന് അവര് ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സലാം പറയുന്നപ്പോ അവര് സലാം അടക്കുന്ന രീതിയിൽ മർഹബൻ വ അഖി സ്വാലിഹ് വ നബി സ്വാലിഹ്. അതായത് എന്താ പറയാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഇബ്നു സ്വാലിഹ് എന്നായിരുന്നു. പക്ഷെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്റെ സഹോദരനും എന്റെ ഉത്തമ സഹോദരനും ഉത്കൃഷ്ട പ്രവാചകനുമായിട്ടുള്ള താങ്കൾക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് വന്നാൽ ആദ്യം നമ്മൾ കതകിൽ മുട്ടണം, അവരുടെ സമ്മതം കാത്തു നിൽക്കണം. എന്നിട്ട് ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയുന്നതിന് പകരം എന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുത്തണം. അല്ലാതെ ഇപ്പൊ ആരാ വിളിക്കണം, ഇത് ഞാനാന്ന് പറഞ്ഞാല് കേൾക്കുന്ന ആൾക്കാർ, അപ്പൊ നമുക്ക് കുറെ ഇതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത് സലാം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആരെങ്കിലും ഒരു വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ വരുന്നവരാണ് എന്ത് ചെയ്യേണ്ടേ, സലാം പറയേണ്ടത് അല്ലെ, അല്ലാതെ അവിടെ ഇരിക്കുന്നവരല്ല. അപ്പൊ അങ്ങനെ കുറെ മര്യാദകള് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അവരെന്ത് ചെയ്യാണ്,
അവിടുന്ന് വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു യാത്രയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു രൂപമൊക്കെ ശരിക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ഓടിയെത്തിയ പോലെയാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഓടിയെത്തി എന്ന രീതിയിലാണ് കാണുന്നത്. ഒരു ഓട്ടം കഴിഞ്ഞ് വന്നാൽ ഉണ്ടാവുന്ന ഒരു ഇതില്ലേ, അതേപോലെ കണ്ട്. അതായത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ശാരീരിക പ്രകൃതി അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നതായിട്ട് സുനൻ തുർമുദിയിൽ കാണാം. അതേപോലെ തന്നെ എന്താണ് പിന്നെ എന്താണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തലമുടി ഇങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഉറ്റിറ്റ് വീഴുന്നത് പോലെ കണ്ടു എന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ ചുവപ്പ് കലർന്നിട്ടുള്ള ഒരു വെളുത്ത നിറമായിരുന്നു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ. പിന്നീട് എന്താണ് നീണ്ട ഇടതൂർന്ന മുടിയാണ്, കഴുത്തിന് താഴേക്ക് ഇറങ്ങിക്കിടക്കുന്ന മുടിയാണെന്ന്. അതേപോലെ തന്നെ എന്താണ് ഇടതൂർന്ന് തിങ്ങിയ താടിയാണെന്ന്. അതൊക്കെ കണ്ടിട്ട് ഇവിടെ ഈസ നബിയുടെ ആ ഒരു ചിത്രം വരച്ചിട്ട് അതിനെ ആരാധിക്കുന്ന ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെയാണ് ശരിക്കും ഈ വിവരങ്ങൾ മുഴുവനും കിട്ടുന്നത്. എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയാണല്ലോ, പരിശുദ്ധ ഖുർആൻ വഴിയാണ് ഈ വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈസ നബിനെ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം കാണുന്നതിലും തോളറ്റ മുടി ഉണ്ടെന്നും അതേപോലെ തന്നെ അപ്പോഴും തലയിൽ ഇങ്ങനെ വെള്ളം ഇറ്റി വീഴുന്നത് പോലെയാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അതേപോലെയാണ് അത്ര ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആകാശ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്തും ആ രൂപത്തിൽ കാണപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയാ, നമുക്ക് സത്യവിശ്വാസികളായിട്ടുള്ള പ്രവാചകന്മാരോട് സ്വഹാബാക്കളോടൊക്കെ ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരാളുടെ രൂപം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉർവ ബിൻ മസൂദിനെ പോലെയാണ്, ബനു സഖീഫ് ഗോത്രത്തിലെ ഉർവ ബിൻ മസൂദിനെ പോലെയായിരുന്നു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുഖച്ഛായ എന്നൊക്കെ പറയുന്നത്. അത് അവർക്ക് സ്വഹാബാക്കൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും, നമുക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ഉള്ള ആളുകളൊന്നും അറിയില്ല. ഇപ്പൊ ഈ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് പിന്നെ പറയുമ്പോ അത്ര ഇതായിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ടല്ലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ മോജിസത്ത് മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെ നൽകിയത് അവരുടെ ആ ജനതക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. കടല് പിളർത്തിയതും അതേപോലെ തന്നെ മരിച്ച ആളെ ജീവിപ്പിച്ചതും വടി പാമ്പാക്കിയതും ഒക്കെ ഒരുപാട് മോജിസത്തുകൾ ഒരുപാട് പ്രവാചകന്മാർ ഇവിടെ നടത്തി പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് മനസ്സിലാവാത്ത എന്താണ്, നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ അല്ലെ, കണ്ടിട്ടും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായല്ലോ അല്ലെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടലിൽ അങ്ങോട്ട് കടന്ന സമയത്ത് പറയുന്നില്ല, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കിയിട്ട് അതിൽ തുടരാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈമാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരട്ടെ, നമ്മുടെ ഇൽമൊക്കെ വർദ്ധിപ്പിച്ചു തരട്ടെ. പിന്നീട് അവിടുന്ന് യാത്ര പോവാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വീണ്ടും പോകുന്നു. അങ്ങനെ മൂന്നാം ആകാശത്തിലെത്തുന്നു. അവിടെ വെച്ചിട്ട് കാണുന്നത് ആരെയാണെന്നറിയോ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലാണ്. അല്ലാതെ അതിനു മുമ്പ് നമുക്ക് അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജീവിച്ചിരുന്നതും ആ പ്രവാചകന്റെ ചരിത്രവും അതൊന്നും നമുക്കറിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജിൽ പോയി യാത്ര ചെയ്തിട്ട് കണ്ട് ആ ഒരു സൗന്ദര്യമാണ് നമുക്ക് വർണ്ണിച്ചത്. നമുക്ക് അറിയാലോ, ഇമ്രത്ത് അസീസ് അവരുടെ ഭാര്യ പിന്നെന്താണ് ഒരു സൽക്കാര വിരുന്ന് നടത്തിയിട്ട് സ്ത്രീകൾ മുഴുവൻ ആ സൗന്ദര്യം കണ്ടിട്ട് കൈ മുറിച്ചുകൊണ്ടേയിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൗന്ദര്യത്തിന്റെയും പകുതി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിച്ച പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മറ്റു മുഴുവൻ പ്രവാചകന്മാരെയും ഒക്കെ മലക്കുകൾ എല്ലാവരും കണ്ണ് നിറയെ കാണാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാനും ഒക്കെയുള്ള ഒരു സൗഭാഗ്യം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കാണുന്ന കാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ ശരിക്കും അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നില്ല കേട്ടോ. അതായത് ആ ഒരു 7 വാനലോകങ്ങളും പിന്നിട്ട് അള്ളാഹുവിന്റെ സന്നിധിയിലെത്തി അവിടെ നിന്ന് 5 നേരത്തെ നമസ്കാരം നൽകി. പിന്നെ ഖുറാന്റെ ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ നൽകി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പക്ഷെ നേരിൽ എങ്ങനെ ആ രീതിയിൽ നമുക്ക് പറയണില്ല. അതേപോലെ തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും. പക്ഷെ നമുക്ക് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായിട്ടുള്ള അവന്റെ അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം ആകാശത്ത് നമ്മൾ ഏത് രീതിയിലാണോ ചന്ദ്രനെ ദർശിക്കുന്നതെങ്കിൽ അതേ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാനുള്ള അവസരം നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്കറിയാലേ ഒരൊറ്റ ചന്ദ്രനാണുള്ളൂ. പക്ഷെ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്കും ഒരേ സമയം ചന്ദ്രനെ
ഒരേ രീതിയിൽ ദർശിക്കാൻ പറ്റും, ആ രീതിയിൽ കാണാൻ പറ്റുന്ന പറഞ്ഞ സുബ്ഹാനല്ലാ. അള്ളാഹുവിനെ കണ്ണു നിറയെ കാണാനുള്ള തൗഫീക്ക് ആ മഹത്തായിട്ടുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അവിടെ നിന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും യാത്ര ചെയ്ത് പോകുന്നത് എങ്ങോട്ടാണ്? 4-ാം വാനലോകത്തേക്കാണ്. അപ്പൊ 3 വാനലോകങ്ങൾ കടന്നു, 4 നബിമാരെ കണ്ടു. ഒന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ, പിന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും കണ്ടു. 4-മതായിട്ട് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. പിന്നീട് അവിടുന്ന് യാത്ര പോവാണ്. ഈ ഈ പ്രവാചകന്മാരൊക്കെ കാണുന്നതിനൊക്കെ വ്യക്തമായിട്ടുള്ള യുക്തിയൊക്കെ ഉണ്ട് ട്ടോ. കാരണം 1,25,000-ലധികം വരുന്ന പ്രവാചകന്മാരിൽ നിന്ന് ഈ 8 പ്രവാചകന്മാരെ മാത്രം കാണുന്നതിന്റെ യുക്തി വേറെ തന്നെ ഉണ്ട്. പിന്നെന്താണ്, അവിടുന്ന് പിന്നെയും പോയിട്ട് 4-ാം ആകാശത്ത് വെച്ചിട്ട് കാണുന്നത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അത് നമുക്കറിയാം. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലാകെ 2 ഇടത്തെങ്ങാനും പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എന്താണ്, മറ്റേ സൂറ മറിയമിലാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ വറഫാനാവ് മക്കാനൻ അലിയ, അദ്ദേഹത്തിന്റെ സ്ഥാനം ഞാൻ ഉയർത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നെ വേറെ ഒരു സൂറത്തിലും പറയുന്നുണ്ട്, അത് ഏതാന്ന് ഞാൻ മറന്നുപോയി. അപ്പോ പിന്നെന്താണ്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുന്ന് വീണ്ടും യാത്ര, ഒരുപാട് വിവരങ്ങളൊന്നും നമുക്ക് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അറിയില്ല. പിന്നെ അവിടുന്ന് യാത്ര പോയിട്ട് 5-ാം വാനലോകത്തേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് കാണുന്നത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. പിന്നെ 6-ാം വാനലോകത്ത് വെച്ചിട്ട് കാണുന്നത് ആരെയാണ്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഹാറൂൻ നബിയും മൂസ നബിയും ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്, നമുക്കറിയാം അല്ലെ. 6-ാം ആകാശത്തേക്ക് പ്രവേശിച്ച് അവിടെ കാത്തിരുന്നത് മൂസ ഇബ്നു ഇമ്രാൻ ആയിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഇതേപോലെ തന്നെ പരിചയപ്പെടുത്തി ചുരുണ്ട മുടികളോട് കൂടിയ രീതിയിലാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടെന്നാ പറഞ്ഞത്. ഷനുവ ഗോത്രത്തിലുള്ള ഒരാളെ പോലെ തോന്നിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഷനുവ ഗോത്രമൊക്കെ ഈ പറഞ്ഞ പോലെ സഹാബാക്കൾക്ക് അറിയാം, അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോത്രങ്ങളാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴെന്താണ്, 7-ാം വാനലോകത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരയാൻ തുടങ്ങി എന്നാ പറഞ്ഞത്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കാണ്, ജിബ്രീൽ അലൈഹി സ്വലാം ചോദിക്കാണ്, നിങ്ങൾ എന്തിനാണ്, മൂസ നബി കരയുമ്പോൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരയുന്നത് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ശേഷം ഒരു ചെറുപ്പക്കാരനായ പ്രവാചകനെ നൽകി. എന്നിട്ട് അവർക്ക് അതായത് നമുക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പൊ ഏകദേശം 50 വയസ്സിന്റെ പുറത്തുണ്ട് അല്ലെ. പക്ഷെ മൂസ നബി അലൈഹി സ്വലാം ആ പ്രവാചകന്മാർക്കൊക്കെ 750-1000 വർഷമൊക്കെ ജീവിച്ച പ്രവാചകന്മാർ ഇവിടെ ഉണ്ട്. 850-700 ഒക്കെ വർഷങ്ങൾ ജീവിച്ച പ്രവാചകന്മാരുണ്ട്. പക്ഷെ നമ്മുടെ ഉമ്മത്തിനാണ് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മത്തിനാണ് ഏറ്റവും കുറഞ്ഞ ആയുസുള്ളത്. അപ്പൊ ഏകദേശം ഒരു 50 വയസ്സിന്റെ പുറത്ത് പ്രായമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടുള്ള പ്രവാചകനെ അയച്ചു. എന്നിട്ടോ അവരുടെ വിഭാഗത്തിൽ നിന്ന്, അവരുടെ ഉമ്മത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗം നേടുന്നത് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സ്വർഗം നേടുന്ന സത്യവിശ്വാസികളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത്ര ആളുകൾ സ്വർഗത്ത് പോണത് കണ്ടിട്ടുള്ള ഒരു ചെറിയ ഒരു ചെറിയ അസൂയ വെച്ചിട്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്നതെന്ന് പറഞ്ഞത്. ശരിക്കും അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അസൂയാണ് കേട്ടോ. നന്മ കാണുമ്പോഴുള്ള, നമുക്ക് ചില ആളുകളുടെ ഇൽമ കാണുമ്പോൾ, ചില ആളുകളുടെ കഴിവുകൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് എന്താണ്, ഭയങ്കര ഒരു ചെറിയ രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിങ്ങനെ തോന്നുമല്ലോ നമുക്ക്. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മത്സരിക്കാനും നമുക്ക് അസൂയപ്പെടാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മത്സരിക്കുക, അസൂയപ്പെടുക ചെയ്യുക. അതെന്താണ്, പരിശുദ്ധ ഖുർആനിന്റെ നന്മയുടെ ഒക്കെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മത്സരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന്. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സങ്കടം എന്താണ്, തന്റെ ജനതയിൽ നിന്ന് ഇത്രയും ആളുകൾ സ്വർഗത്തിൽ പോയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. ഇതൊക്കെ ശരിക്കും കാണുന്നത് എന്താണ്, വരാനിരിക്കുന്നതാണല്ലേ, ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. ഇനിയും എത്രയാണ് നമുക്കറിയില്ല. അല്ലാഹു അഅലം. ഏത് കാലത്താണ് ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്, വിചാരണ നടക്കുന്ന മഹ്ശറയിൽ എത്തിപ്പെടുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ആ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിട്ട്, നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ കാലങ്ങളുണ്ട്, ദിവസമുണ്ട്, മാസമുണ്ട്, വയസ്സുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തില്ല, കാലങ്ങൾക്ക് അപ്പുറത്താണ് അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് എല്ലാം കാണിച്ചു കൊടുക്കാൻ കുൻ ഫയക്കൂൻ എന്ന് പറയുമ്പോൾ തന്നെ അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതങ്ങോട്ട് സംഭവിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ആ പോക്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വലിയ വിഭാഗം ജനതയെ കാണിച്ചു കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആഗ്രഹിക്കും, പടച്ചോൻ അതെന്റെ ഉമ്മത്തായാൽ മതിയായിരുന്നു. അപ്പൊ പറയുന്നത് നിങ്ങളെ ഉമ്മത്തല്ല, അത് ബനു ഇസ്രായേലരാണെന്ന് പറയുന്നിട്ട് അതിനുശേഷം അതിനേക്കാളും വലിയൊരു ഉമ്മത്തിനെ കാണിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഇതാണ് നിങ്ങളുടെ ഉമ്മത്ത് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സന്തോഷമാവും.
ഒരുപാട് അനുയായികളുള്ള ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം കൊണ്ട്. കാരണം ഇനി നമുക്ക് നിസ്കാരമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പ്രയാസപ്പെട്ടിട്ടാണ് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് ഈ നിസ്കാരം ഇങ്ങനെ 50 വക്ത് നമസ്കാരം കൊടുത്തിട്ട് അത് 5 വക്താക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി ഓടി അള്ളാഹിന്റെ അടുത്തേക്ക് നടക്കുന്ന ആ ഒരു സീനൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ഏകദേശം അസർ ബാങ്കിന്റെ സമയമായി, ഏകദേശം 1 മണിക്കൂർ ആവുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമേനെ കാണുന്നതും അവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി പുറപ്പെടുന്നതും വരെ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കണം. എന്നത് നമുക്ക് അടുത്തൊരു ഭാഗത്ത് ബാക്കിയും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മുഴുവനാക്കാം. പിന്നെന്താണ്, ചില വേറെ കുറെ പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഒരൊറ്റ അനുയായികൾ പോലും ഇല്ലാത്ത പ്രവാചകന്മാരെ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ യാത്ര തിരിച്ച 7-ാം ആകാശത്തിന്റെ കവാടത്തിലെത്തി. ആ ആകാശത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അവരവിടെ ആരെ കണ്ടത്? അവിടെ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടത്. അപ്പോ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിട്ട് സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസിൽ അദ്ദേഹം ബൈത്തുൽ മാമൂറിലേക്ക് പുറം ചാരിയിരിക്കുന്ന രൂപത്തിൽ കാണപ്പെട്ടു എന്നാ പറഞ്ഞത്. എന്താണ് ബൈത്തുൽ മാമൂർ? ബൈത്തുൽ മാമൂർ നമുക്കറിയാലേ, സൂറത്ത് തൂർ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാതില്ല. എന്താണ്? വത്തൂർ വക്കിതാബിൻ മസ്തൂർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അതിന്റെ 4-ാമത്തെ ആയത്ത് വരുന്നത് ബൈത്തുൽ മാമൂർ എന്നാണ്. അതായത് ബൈത്തുൽ മാമൂർ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ കഅബാലയം പോലെ ആകാശലോകത്ത്, വാനലോകത്ത് മലക്കുകള് വന്ന് തവാഫ് ചെയ്തു പോകുന്ന സ്ഥലമാണ് ബൈത്തുൽ മാമൂർ. അതിലേക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന രീതിയിൽ, അതായത് അതിൽ ചാരി ഇരിക്കുന്ന രീതിയിൽ, ഇപ്പൊ കഅബാലയത്തിൽ ഇങ്ങനെ ചാരി ഒരാളിങ്ങനെ ഇരിക്കുന്ന ഒരു സീൻ ആലോചിച്ച് നോക്ക്. അതേപോലെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാന്റെ റസൂല് കാണപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ എത്രയേറെ പ്രയാസപ്പെട്ടിട്ടാണ് അല്ലെ ആ പ്രവാചകന്റെ ആ ഒരു പ്രയാസത്തിന് നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ഇന്നും നമ്മൾ പിന്തുടരുന്ന എന്താണ്, ഈ 3 മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതായത് ജൂത, ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങൾ ഒരേപോലെ അംഗീകരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ കണ്ണിന്റെ പീലികൾ പോലും നരച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിധി പോലെ ഒരു സന്താനത്തെ നൽകിയപ്പോ ആ കുഞ്ഞിനെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും. നമുക്കിതൊക്കെ ചരിത്രമായിട്ട് കേട്ടത് കൊണ്ടല്ലേ ഇതിന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ആ കുഞ്ഞിനെ അതിന്റെ മാതാവിനെ ഒഴിവാക്കിയിട്ട് പോകുന്ന അള്ളാഹുവിന്റെ കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ചെയ്യുന്നെങ്കിലും എത്രയേറെ മനസ്സിൽ സങ്കടം വന്നിട്ടുണ്ടാവും, എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീൽ എന്ന് വിശേഷിപ്പിച്ച അള്ളാഹിന്റെ ഇഷ്ടദാസനാണ് അല്ലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഇവിടെ ഈ പ്രയാസപ്പെട്ടതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകിയ പ്രതിഫലം നോക്ക്. ആ ബൈത്തുൽ മാമൂറിലേക്ക് ചാരി ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. അവിടുന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേപോലെ തന്നെ ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതും നമ്മുടെ പിതാവ് തന്നെയാണല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദർശ പിതാവാണ്. അപ്പൊ എന്താ പറഞ്ഞത്? മർഹബൻ ബി ഇബ്നു സ്വാലിഹ് വ നബി സ്വാലിഹ് എന്നാ പറഞ്ഞത്. അതായത് എന്റെ ഉത്തമ പുത്രനും എന്താണ് പ്രവാചകനുമായിട്ടുള്ള അങ്ങക്ക് സ്വാഗതം എന്നാ പറയുന്നത്. അപ്പോ എന്താണ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്നെ ഇത്രയേറെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സാദൃശ്യമുള്ള വേറൊരാളില്ലേ എന്നെ പോലെ എന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അതേ സാദൃശ്യമുള്ളതുപോലെ ആയിരുന്നു എന്ന് നമുക്കറിയാലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് ആര് വരുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. അതിലെ 41-ാമത്തെ പേരക്കുട്ടിയായിട്ട് അങ്ങാനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 21-ാമത്തെ പേരക്കുട്ടിയായിട്ട് വരുന്ന ഒരു അദ്നാനികൾ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഇത് അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ പറയാണ്, എന്നോളം സാദൃശ്യമുള്ള മറ്റൊരാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് എന്നോളം സാദൃശ്യമുള്ള മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിങ്ങളുടെ മുഴുവൻ ഉമ്മത്തിനോടും എന്റെ സലാം അറിയിക്കുക എന്ന്. അതായത് ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോടെല്ലാവരോടും, നമുക്ക് മുഴുവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം അറിയിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്.
എന്നിട്ട് പറഞ്ഞെന്താണ്, നീ അവരെ അറിയിക്കണം, അതായത് നമ്മളെ അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിട്ടുള്ള നമ്മളെ എന്തറിയിക്കണം? സ്വർഗത്തിലുള്ള മണ്ണ്, ശുദ്ധമായ മണ്ണും അവിടെ ശുദ്ധമായ വെള്ളമാണുള്ളത്. അത് വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഭൂസ്ഥലമാണ്. അവിടേക്ക് നടേണ്ട ചെടികൾ എന്നുള്ളത് എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന അതാണ് അവിടെ. അതായത് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഈ ദിക്ർ നമ്മളോട് മുറുകെ പിടിക്കാൻ, നമ്മള് നിരന്തരം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ, അള്ളാഹുവിൽ എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങളല്ലേ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇത് നമ്മള് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കാനാ പറയുന്നത്. സ്വഹീൽ മുസ്ലിമിലും ബുഖാരിയിലും ഒരുപോലെ കടന്നു വരുന്ന ഹദീസാണിത്. ആ 7ാം ആകാശത്ത് വെച്ചിട്ട് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു എന്നുള്ളതും, പിന്നെ ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാല് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം പറയേണ്ടി വരും. അവിടെ എന്താ പറയാ, അവിടെ ഒരു ദിവസം, ഒരു നേരം, ഒരേ സമയം അവിടെ 70,000 മലക്കുകളാണ് ഇറങ്ങുന്നതെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാവശ്യം ഇറങ്ങിയ മലക്കുകൾ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് വരുന്നില്ല എന്നാ പറഞ്ഞത്. അതായത് ഒരു സമയം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര സമയം ഉണ്ടായിരിക്കും? അപ്പൊ എത്രയായിരിക്കും മലക്കുകളുടെ ഒരു എണ്ണം? ആ ബൈത്തുൽ മഅമൂറിലാണ് ആരെ കാണുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നത്. നല്ല രീതിയിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനും അതുമായിട്ട് പരിശുദ്ധ ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവാനും, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളോട് പറഞ്ഞതെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തന്ന മെസ്സേജാണ് അതല്ലേ. 1400 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ച മെസ്സേജാണ്. നമ്മൾ ഇന്ന് വരെ അത് തുറന്ന് വായിച്ചു നോക്കിയിട്ടില്ല. അത് എന്തിനോ വേണ്ടി നമ്മൾ കുറച്ച് എന്താ പറയാ, നമ്മൾ ചിലപ്പോ തജ്വീദ് പഠിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ എന്തൊക്കെ കുറെ പഠിക്കുന്നു, കുറെ പാരായണം ചെയ്യുന്നു. എന്താണ് നമ്മൾ പാരായണം ചെയ്യുന്നതെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കൃത്യമായിട്ട് അത് മനസ്സിലാവണം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളോട് പറഞ്ഞെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മളത് ജീവിതത്തിൽ പകർത്തിയത് കണ്ടിട്ട് മറ്റുള്ളവർക്കും അതുപോലെ, അതായത് ഇസ്ലാം എന്നുള്ളത് ഒരു ജീവിത ശൈലിയാണ്. ഒരിക്കലും ഇതുപോലെ പറഞ്ഞു കൊടുക്കലുകളല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് മറ്റുള്ളവർ കണ്ടിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫലസ്തീനിൽ ഇത്രയും പ്രയാസങ്ങൾ നടന്നത് കണ്ടിട്ട് ഓരോരുത്തരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? എന്തുകൊണ്ടാണ്? എവിടുന്നാണ് ഇവർക്ക് ഇത്രയും ധൈര്യം കിട്ടിയത്? എന്താണ് ഇവർക്ക് ഇത്രയും ക്ഷമ ഉണ്ടാവാനുള്ള കാരണം? എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ നിന്നിട്ട് പ്രതിരോധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലരും അപ്പൊ ദീനിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ദീനിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യവും വ്യക്തവുമായ രീതിയിൽ മനസ്സിലാക്കാനും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. തൽക്കാലം ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാത്തിനാ വഖുറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين الحمد لله رب العالمين سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.